ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൊച്ചി ഈവനിങ്ങും പിന്നെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാണിച്ചു തന്നിട്ടുള്ളൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഗ്ലാസ് ടീ പോട്ടിലാണ് കേട്ടോ നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറേ ചായൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്കൊന്നും പാൽ ചായനോട് അധികം താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടൻ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതിന് കടിയായിട്ട് നമ്മൾ പരിപ്പ് വടയാണ് കേട്ടോ വാങ്ങിയത്. അത് ഇവിടെ ഉണ്ടാക്കിയതല്ല, പിന്നെ അവിടുത്തെ പരിപ്പ് വട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ നിങ്ങൾക്കൊക്കെ ചായൻ്റെ കൂടെ ഫേവറേറ്റുള്ള സ്നാക്സ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി രണ്ട് സാധനം ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിനി. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കിച്ചൺ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. അപ്പോൾ ഞാൻ ആ സൈഡിൽ ഇതിൻ്റെ പിക്ക് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഇത് നമ്മളെ വാർഡ്രോബിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതും എന്താണെന്നുള്ളത് പിക്ചർ ഞാൻ സൈഡ് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെച്ചിട്ടുള്ളതൊക്കെ എന്തായാലും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ നമ്മളെ സിങ്കിൻ്റെ താഴെ ഓർഗനൈസ് ചെയ്യാൻ വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സായി കിടക്കില്ല. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പാത്രം കഴുകാനുള്ള ലിക്വിഡും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ബ്രഷൊക്കെ തൂക്കിയിടാൻ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതും നമ്മൾ ഇങ്ങനെ ഇവിടെ എല്ലാ അടിയിലേക്ക് ഓർഗനൈസ് ചെയ്യാൻ വാങ്ങിയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഫ്രൈ പാനൊക്കെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാം നമുക്ക്. പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ വരുന്ന സ്റ്റോറേജുകളിൽ എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് നമുക്ക് ഇപ്പം ഞാൻ അരിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതാക്കിയത്. നമുക്ക് വേണമെങ്കിൽ ഫ്രൈ പാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കാം. ഞാൻ പിന്നെ ഓർഗനൈസർ വാങ്ങിയതിനോട് ഇങ്ങനത്തെ അരിപ്പും കാര്യങ്ങളുമാണ് എടുത്തത്. അപ്പോൾ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പോകണ്ട, നമ്മളിങ്ങനെ വലിച്ചാൻ അങ്ങോട്ട് വന്ന് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം, പിന്നെ പതുക്കെ അങ്ങോട്ടാക്കി കൊടുക്കാം. പിന്നെ ഇതങ്ങനെ പ്ലേറ്റ് വെക്കുന്ന ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഐക്കേൻ്റെ പ്രൊഡക്റ്റാണ്, ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ പ്ലേറ്റുകൾ ഇങ്ങനെ ഇതാക്കി വെക്കാം. ഇങ്ങനെ വെച്ചാൽ നമുക്കൊരു വൃത്തി ഉണ്ടാവും ചെയ്യും. പിന്നെ കാണിക്കാൻ പോണത് നമ്മളിതാ ഷൂലും മോപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമരിൽ ഫിറ്റ് ചെയ്തതാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കിച്ചണ് ചെറുതായതുകൊണ്ട് നമ്മളെ സ്റ്റോർ റൂമും ചെറുതാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വെക്കാനുള്ളൊരു സൗകര്യമല്ല. അങ്ങനത്തെ ഇത് പുറത്തിങ്ങനെ വെക്കാൻ ഭയങ്കര ഉപകാരമാണ്. ഇനി കിച്ചണിൽ വലിയ സ്റ്റോർ റൂമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇത് അവിടെ തന്നെ വെക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ പുറത്താണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വെക്കണോണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ചൂലൊന്നും പെട്ടെന്ന് നാശമായി പോവില്ല, നമുക്ക് എന്തായാലും ലൈഫ് കിട്ടും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മളെ ടിഷ്യൂ ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്, കുറച്ച് മുന്നേ വാങ്ങിയാണ്. പിന്നെ അതിലേക്ക് റോൾ ചെയ്യാനുള്ള ടിഷ്യൂ ഉണ്ട്. അതായത് നമുക്ക് പാത്രങ്ങളിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് തുടച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ ഗ്യാസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. കിച്ചൺ ചെറിയൊരു കിച്ചണാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് പണി പെട്ടെന്ന് കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റേതായ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമ്മൾ വെച്ചുകൊണ്ട് ചെറിയ കിച്ചണാണ് ഏറ്റവും നല്ലത്. നമുക്ക് കുറേ പണികൾ നമുക്ക് കുറേ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് വൈറ്റ് ആയതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പണിയെടുക്കാൻ പോയത്. പിന്നെ അടുപ്പ് ഈ ഒരു ഷോ കിച്ചണിൽ വേണ്ട നല്ല കുറേ കമൻറ്റ് തോന്നി കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ടാക്കണില്ല എന്നുള്ളൊരു പ്ലാനായി. പക്ഷെ ഇവിടെ നമ്മൾ പെരുമാറി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലായി പുറത്ത്, കാരണം ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തൊരു അടുപ്പില്ലത് നല്ലതാണ്.
അപ്പോൾ പിന്നെ ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല പ്രൈസുള്ള അടുപ്പാണ്. നമുക്ക് അൽഫാമും കാര്യങ്ങളും ഗ്രില്ല് പിന്നെ കേക്കൊക്കെ വെക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു അടുപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് നമ്മളിപ്പോൾ അച്ചാർ വെച്ചതാണ്, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടും കാര്യങ്ങളൊക്കെ നിൽക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരു വൈറ്റ് കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ഈ അടുപ്പിന് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ. സ്ഥലം നമുക്ക് ഇതായാലും പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഉപകാരപ്പെടും. പക്ഷെ അതെന്തായാലും പുറത്ത് നമുക്ക് വേറെ ഒരു അടുപ്പ് ഉണ്ടാക്കണം. എന്തായാലും സാധാരണ അടുപ്പിനൊക്കെ നമുക്ക് റെഫ്യൂസ് ആകുമ്പോൾ ബ്ലാക്ക് ഒക്കെയാണ് നല്ലത്. പക്ഷെ നമ്മളിത് എപ്പോഴെങ്കിലും അല്ലേ ഇത് യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് ടൈലാണ് കേട്ടോ ഇവിടെ ഒട്ടിച്ചത്. ഇങ്ങനെ അപ്പോക്സി വൈറ്റ് അപ്പോക്സി ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ ഈ അടുപ്പിൽ കുക്ക് ചെയ്യുന്നൊരു വീഡിയോ എന്തായാലും നമ്മൾ വരും. കബാബ് അൽഫാമ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കി പരീക്ഷിക്കണം. ഈ അടുപ്പിന് പുകയുന്ന പ്രശ്നം അങ്ങനെ വരുന്നില്ല കേട്ടോ. നമ്മൾ പാലുകാച്ചിൽ നിന്ന് നമ്മൾ ഇതിൽ ഇതാക്കി, കാരണം ഇതിന് ചിമ്മിണി വരുന്നുണ്ട്, പിന്നെ പുക പോണ കോയിലും ഉണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മൾ കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും താഴെ കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഇന്നലെ കുറേ കമൻറ്റ്സ് കണ്ടിന് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല കിച്ചൺ വ്ളോഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് വരും വീഡിയോകളൊക്കെ ഇങ്ങനെ ശരിയാക്കി വരാം. നെക്സ്റ്റ് റെസിപ്പി ഞാൻ എന്താ കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വ്ളോഗിലും കിച്ചണിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരണം, നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലിയർ ആക്കാം. പേര് കമൻറ്റ് ചെയ്തിരുന്നു നമ്മളെ ബെഡ്റൂമിൻ്റെ ഒരു ടൂറ് ചെയ്യുമെന്ന് വെച്ചിട്ട്, അതായത് വാർഡ്രോബും പിന്നെ മോളെ ഡ്രസ്സ് അൽമാരി ഷെൽഫിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇനി കിച്ചൺ ഇങ്ങനെ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ട ഇടയ്ക്ക് നമ്മൾ അതും ചെയ്യാം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് വാർഡ്രോബിൽ സെറ്റ് ചെയ്യാണ്ട് അതിനുശേഷം എന്തായാലും നമ്മൾ കാണിച്ചു തരും. പക്ഷെ അത് മിക്സിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ചോദിച്ചിനി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഒന്ന് പഠിച്ചതിന് ശേഷം കറക്റ്റ് ഫുള്ള് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാഷിംഗ് മെഷീൻ നമ്മൾ കിച്ചണിൽ വെച്ചിട്ട് കുറേ കമൻറ്റ് വന്നിനി കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ എനിക്ക് പോസിറ്റീവും തോന്നുന്നുണ്ട്, ഇപ്പം നെഗറ്റീവും തോന്നുന്നുണ്ട്. ഒന്ന് നമുക്ക് അത്രയും സ്പേസ് അവിടെ പോയി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയതിനോട് നമ്മൾ തുണിയിലിട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ പിന്നെ ഇനി വേറെ ഇടം വെച്ചാലും വലിയ കുഴപ്പമില്ല. പക്ഷെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഡെയിലി അങ്ങോട്ട് കയറേണ്ടി വരും, അതൊരു സീനാണ്. അപ്പോൾ സ്ഥലം പോയി എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ആയതിനോട് നമുക്ക് കിച്ചണിൽ തന്നെ ആയതിനോട് വേഗം അയൽ തോരയിടാനൊക്കെ സുഖം ഇവിടെയാണ്. പിന്നെ മുകളിലൊക്കെ ആയാൽ ഇപ്പോൾ ഒക്കെ നടക്കും, ചിലപ്പോൾ എന്നും കയറൽ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്തത്. ഓൾറെഡി നമ്മൾ പഴയ വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പിന്നെ പുറത്തൊരു തിരുമ്പണ കല്ലും ഉണ്ട്. പിന്നെ പുറത്ത് ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചവിട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലാണ് ഇടൽ, ഇതിലൊന്നും ഇടലില്ല. പിന്നെ ഗ്യാസ് അങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചത് എന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തുടക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ വെള്ളം അടിക്ക് ലീക്കാവാനുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ വൃത്തിയാക്കി കൊണ്ടെടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.